നമസ്കാരം. ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചസാര കയറ്റുമതി നിരോധിച്ചതായി കേന്ദ്ര സർക്കാർ. സെപ്റ്റംബർ 30 വരെ അല്ലെങ്കിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെയാണ് നിയന്ത്രണം. ഉൽപാദനത്തിലെ കുറവും ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റവുമാണ് നിയന്ത്രണത്തിന് കാരണം. ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും പഞ്ചസാര ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യ പഞ്ചസാര കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടിലും പറയുന്നു. യൂറോപ്യൻ യൂണിയനിലേക്കും അമേരിക്കയിലേക്കും പ്രത്യേക ക്വാട്ട പ്രകാരമുള്ള ഈ കയറ്റുമതിക്ക് ഈ നിരോധനം ബാധകമല്ല. അസംസ്കൃത വെളുത്ത ശുദ്ധീകരിച്ച പഞ്ചസാര കയറ്റുമതിക്ക് നിയന്ത്രണം ബാധകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ആഭ്യന്തര വിപണിയിൽ പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കാനും വില സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിലയിൽ നിലനിർത്താനുമാണ് ഈ നിയന്ത്രണം. അസംസ്കൃത പഞ്ചസാര, വെളുത്ത പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിനും ഈ നിരോധനം ബാധകമാണ്. എന്നാൽ അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും പ്രത്യേക ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതിയെ ഈ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ മിച്ച ഉൽപാദനം പ്രതീക്ഷിച്ച കയറ്റുമതിക്ക് അനുമതി നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ കണക്കുകൾ പിഴച്ച അവസ്ഥയിലാണ് കേന്ദ്രം. നിലവിലെ സീസണിൽ പഞ്ചസാര ഉൽപാദനം 32 ദശലക്ഷം ടണ്ണായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രതിസന്ധികൾ മൂലം ഉണ്ടാകാനിടയുള്ള പണപ്പെരുപ്പവും സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. 2016-17 കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന സ്റ്റോക്ക് നിലയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ കേന്ദ്രത്തെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അടുത്ത സീസണിലും പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് മുൻകരുതൽ എന്ന നിലയിൽ ഈ നിരോധനം കൊണ്ടുവന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചസാര ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ പിന്മാറ്റം ഏഷ്യൻ, ആഫ്രിക്കൻ വിപണികളിൽ പഞ്ചസാരയ്ക്ക് വൻ വിലക്കയറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ഈ നിരോധനം നമ്മുടെ കയറ്റുമതി വ്യാപാരികളെയും പഞ്ചസാര മില്ലുകളെയും വലിയ രീതിയിൽ ബാധിച്ചേക്കാം. വിദേശ നാണയം നേടുന്നതിനേക്കാൾ ഉപരി സ്വന്തം നാട്ടിലെ സാധാരണക്കാരന് കുറഞ്ഞ വിലയിൽ പഞ്ചസാര എത്തിക്കുക എന്ന തന്ത്രമാണ് മോദി സർക്കാർ ഇവിടെ പയറ്റുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ പഞ്ചസാര വില കുറയുമോ അതോ വല്ല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും സാധാരണക്കാർക്ക് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പുവരുത്താനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ ഒരു ഇടപെടലാണ് ഈ കയറ്റുമതി നിരോധനം എന്നാണ് വിലയിരുത്തൽ. വിദേശ നാണയ ശേഖരത്തെക്കാൾ ഉപരിയായി രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയ്ക്കും പണപ്പെരുപ്പ നിയന്ത്രണത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഉൽപാദനത്തിലെ ഇടിവും വരാനിരിക്കുന്ന സീസണിലെ അനിശ്ചിതത്വവും കണക്കിലെടുക്കുമ്പോൾ ഈ മുൻകരുതൽ നടപടി ആഭ്യന്തര വിപണിയിൽ ഗുണകരമായ സ്വാധീനം ചെലുത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ തീരുമാനം ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചസാര ഉൽപ്പാദക രാജ്യമായ ഇന്ത്യയുടെ പിന്മാറ്റം ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പഞ്ചസാരയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കാം. കൂടാതെ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യത്തെ പഞ്ചസാര മില്ലുകളെയും വ്യാപാരികളെയും ഈ നിയന്ത്രണം സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ഉത്സവ സീസണുകളിലും മറ്റും പഞ്ചസാര വില കുതിച്ചുയരുന്ന തടയാൻ സർക്കാരിന് ഈ നീക്കത്തിലൂടെ സാധിച്ചേക്കും. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാര കരാറുകളിലും വിപണി ബന്ധങ്ങളിലും ഇത് എത്തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുക എന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കും.